നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഡൽഹിയിൽ വെച്ച് പരിചയപ്പെടുത്തിയ, അന്ന് സ്റ്റേജിൽ കിടക്കുന്ന രീതിയിൽ പരിചയപ്പെടുത്തിയ ഒരു മോഡലാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. അത് BYD സീൽ എന്നാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന രംഗത്തിൽ വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിലുള്ള ലുക്സ് ഉള്ള ഒരു മോഡലാണ്. മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. എങ്കിലും പരമ്പരാഗത ശൈലിയിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു തകർപ്പൻ സ്പോർട്സ് കാറിൻ്റെ ലുക്കോടുകൂടിയാണ് ഏറ്റവും പുതിയ BYD സീൽ വന്നിരിക്കുന്നത്. BYD എന്താണെന്ന് നമുക്കറിയാം. ബിൽഡ് യുവർ ഡ്രീം എന്നാണ് ഈ ഒരു പേരിൻ്റെ മുഴുവൻ രൂപം എന്ന് പറയാവുന്നത്. പൂർണ്ണമായും ചൈനീസ് കമ്പനിയാണ് BYD. പക്ഷേ ചൈനീസ് കമ്പനിയാണെങ്കിലും ചൈനയിലെ തന്നെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനി എന്നാണ് പറയേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് BYD എന്നുള്ള കാര്യമാണ്. അതായത് ടെസ്ല ആയിരുന്നു ഇത്രയും കാലം ലോകത്തിലെ ഏറ്റവും അധികം ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു പേര്, ആ ഒരു സൽപ്പേര് BYD സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും അധികം EVകളും PHEVകളും എല്ലാം നിർമ്മിക്കുന്നത് BYD എന്ന കമ്പനിയാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്ററി ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നത്. ബ്ലേഡ് ബാറ്ററി ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നത് BYD ആണ്. ആ ഒരു ബാറ്ററി ടെക്നോളജിയാണ് ഇനിയിപ്പോൾ മാരുതിയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനം വരുമ്പോഴും മഹീന്ദ്രയുടെ ഇനിയുള്ള വാഹനങ്ങളും എല്ലാം ഉപയോഗിക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ മുഴുവൻ ബാറ്ററിയായിട്ട് മാറ്റാതെ ഓരോരോ സെല്ലായിട്ടൊക്കെ മാറ്റാൻ പറ്റും. ഒരു സെൽ നശിച്ചാൽ ആ സെല്ല് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഗുണം. തന്നെയല്ല, കുറേ കൂടിയൊക്കെ ഡ്യൂറബിലിറ്റി ഉള്ള അതിലുള്ളത് എന്നാണ് പറയേണ്ടത്. അങ്ങനെ ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന BYD ഇന്ത്യയിലെത്തിയിട്ട് അധികകാലമായില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല. പണ്ട് തൊട്ടേ ഇന്ത്യയിൽ BYD ഉണ്ട്. 2009 തൊട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ BYD ഇന്ത്യയിൽ പല മേഖലകളിലുണ്ട്. പ്രധാനമായിട്ട് സോളാർ പാനലൊക്കെയാണ് ആദ്യകാലത്ത് കമ്പനി നിർമ്മിച്ചിരുന്നത്. അതിനുശേഷം നമ്മളുടെ KSRTC ബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന ഇവരാണ്. ഇലക്ട്രിക് ബസ്സുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം BYD ആണ് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് പാസഞ്ചർ വെഹിക്കിൾ, ചെറിയ പാസഞ്ചർ വെഹിക്കിളിലേക്ക് കടന്നത്. അങ്ങനെ ആദ്യമായിട്ട് വന്ന മോഡൽ എന്ന് പറയുന്നത് E6 എന്ന മോഡലാണ്. E6 ഉപയോഗിക്കുന്നവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ ആസിഫിലെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ആസിഫ് പറഞ്ഞിരുന്നു, ആസിഫിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പല വാഹനങ്ങൾ, അതായത് ഫെരാരി വരെ ഉള്ളവരുണ്ടെങ്കിലും അവർക്കെല്ലാം കോമണായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം E6 ആണെന്നുള്ള കാര്യം. അത്രയും ഗംഭീരമായ ഡ്രൈവബിലിറ്റി ഉള്ളൊരു വാഹനമാണ് E6 എന്ന കാഴ്ചയിലൊരു ഇന്നോവയുടെ ഷേപ്പുള്ള ആ ഒരു MPV എന്ന് പറയുന്നത്. പക്ഷേ ആ വാഹനത്തിന് പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ MPV ആയതുകൊണ്ട് തന്നെ അതിന് ടാക്സി സെഗ്മെൻറ്റിലാണ് ആദ്യമൊക്കെ ലൈസൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പലരും അത് വാങ്ങിക്കാൻ മടിച്ചു. അതിനുശേഷം വന്ന അറ്റോ 3 എന്ന് പറയുന്നത് അതിലും മനോഹരമായൊരു മോഡലാണ്. അറ്റോ 3ക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഐണിക് 5 ആയാലും കിയയുടെ EV6 ആയാലും അങ്ങനെയുള്ള പല മോഡലുകൾ ഉള്ളപ്പോൾ അത് കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ അങ്ങേയറ്റം ഫീച്ചേഴ്സ് ഉള്ളൊരു മോഡലായിരുന്നു അറ്റോ 3. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും പുതിയ സീൽ വന്നിരിക്കുന്നത്. സീലിന് പക്ഷേ ആരുമില്ല എതിരാളികൾ എന്നുള്ളതാണ് സത്യം. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വലിപ്പമുള്ള ഈ ഒരു സെഡാൻ ഇലക്ട്രിക് മേഖലയിൽ പിന്നെയുള്ളത് BMWൻ്റെ i4 പോലുള്ള വാഹനങ്ങളൊക്കെയാണ്. അതിനൊക്കെ വില വളരെ കൂടുതലാണ്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും നമ്മളെ ഞെട്ടിച്ചതിൻ്റെ വില തന്നെയാണ്. കാരണം ഇതിൻ്റെ ലോഞ്ചിന് നമ്മൾ പോയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇതിൻ്റെ ഏറ്റവും എൻട്രി ലെവൽ മോഡലിന് പോലും 50 ലക്ഷം രൂപയ്ക്കുള്ള വില വരുമെന്നാണ്. പക്ഷേ 41 ലക്ഷം രൂപയിലാണ് ഇതിൻ്റെ വില ആരംഭിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തൊട്ടടുത്ത എതിരാളി എന്നൊക്കെ വിളിക്കാറുണ്ട് BMWൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് 10-70 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട് ഈ വാഹനത്തിന് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. അങ്ങനെ ധാരാളം പ്രത്യേകതകളുമായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ BYD സീലിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും വാഹനത്തെ അടുത്ത് കാണുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത് കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണ്. അതായത് ആഴ്ചയിലൊരിക്കൽ നമ്മളുടെ പ്രോഗ്രാമുകളുടെ താഴെ വരുന്നതിൽ ഏറ്റവും മികച്ചൊരു കമൻറ്റ് തിരഞ്ഞെടുത്ത് നമ്മൾ സമ്മാനം നൽകുന്നുണ്ട്. 2000 രൂപയുടെ ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത്. നമ്മോടൊപ്പം ചേർന്ന് ഈ ഒരു സമ്മാന പദ്ധതി അവതരിപ്പിക്കുന്ന റോഷോ ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. കാക്കനാട് മാവേലിപുരത്താണ് റോഷോ ഉള്ളത്. അപ്പോൾ റോഷോയെ നമ്മളും ചേർന്നിട്ടാണ് 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത്. വേറെ ഒന്നും ചെയ്യാനല്ല, നിങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ നല്ല കൃത്യമായിട്ട് കൊണ്ട് കാണുക, എന്നിട്ട് ഏറ്റവും രസകരവും അല്ലെങ്കിൽ വിമർശനാത്മകവുമായൊരു കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റുകളിൽ ഏറ്റവും മികച്ച കമൻറ്റിനെയാണ് ആഴ്ച രൂപകൾ തിരഞ്ഞെടുത്ത് 2000 രൂപയുടെ സമ്മാനം നൽകുന്നത്. അപ്പോൾ അത് മറക്കാതിരിക്കുക. ഈ പ്രോഗ്രാം കണ്ടാൽ ഉടനെ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ കമൻറ്റെല്ലാം റെഡിയാക്കി വെച്ചോ, നമുക്കിനി വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് BYD സീലിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഡിസൈൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനം വളരെ വലിയൊരു വാഹനമാണ്. അതായത് സാധാരണഗതിയിൽ സബ് 4 മീറ്റർ വാഹനമായിട്ടൊക്കെയാണ് വരാറുള്ളത്. ഇത് അങ്ങനെയല്ല, 4800 മില്ലിമീറ്റർ നീളമുള്ളൊരു വമ്പൻ വാഹനമാണ്. 2920 മില്ലിമീറ്ററാണ് വീൽ ബേസ്. എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തെ നമുക്ക് കമ്പയർ ചെയ്യാവുന്ന രണ്ട് വാഹനങ്ങളുമായിട്ടാണ്. ഒന്ന് BMW 3 സീരീസ്, മറ്റൊന്ന് ടൊയോട്ട ക്യാംറി. ടൊയോട്ട ക്യാംറി നമുക്കറിയാം, നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ വലിയ രൂപമുള്ളൊരു വാഹനമാണല്ലോ. അതിനേക്കാളും 100 മില്ലിമീറ്റർ വീൽ ബേസിനുണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാമല്ലോ എത്ര വലിയ വാഹനമാണ് ഇതെന്നുള്ള കാര്യം. എനിക്ക് ആകെ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നിയത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. കണ്ടില്ല, വളരെ താഴ്ന്ന ഒരു ക്ലിയറൻസേ ഉള്ളൂ, 145 മില്ലിമീറ്റർ ഉള്ളൂ. കുറച്ചൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ അടി തട്ടാം, പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ കുഴപ്പമൊന്നുമില്ല. സാധാരണ ഇതിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്ത ഏത് വാഹനമായിരുന്നു ഞാൻ മറന്നുമില്ല, അതിന് 220 മില്ലിമീറ്റർ ആയിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ്. അങ്ങനെ നോക്കുമ്പോൾ അതൊരല്പം താഴെയാണ്. പക്ഷേ ആ ഒരു താഴ്ന്ന പ്രൊഫൈൽ എന്ന് പറയുന്ന വാഹനം ഓടിക്കുമ്പോൾ അങ്ങേയറ്റം രസകരമായ ഒരു ഡ്രൈവ് സമ്മാനിക്കും. കാരണം ഭൂമിയോട് ചേർന്ന് നിന്ന് വാഹനം പോകുമ്പോൾ നമുക്ക് കംഫർട്ട് കൂടുതൽ കിട്ടുമല്ലോ. അങ്ങനെ ഒരു കംഫർട്ട് എന്തായാലും ഈ വാഹനത്തിൽ കൂടുതൽ കിട്ടും. പിന്നെ മൊത്തത്തിലുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഈ വാഹനത്തിന് പ്രധാനപ്പെട്ട എതിരാളി എന്ന് വിളിക്കാവുന്നത് മോഡൽ 3 ആണ്. അതായത് ടെസ്ലയുടെ മോഡൽ 3. അതിൻ്റെ ഏതാണ്ട് ഒരു വീൽ ബേസും അതിൻ്റെ ഏതാണ്ട് ഒരു വീതിയും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനുള്ളത്. നമുക്ക് പിന്നെ ടെസ്ല ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തത്. അപ്പോൾ ടെസ്ല മോഡൽ 3 ആണ് ലോകവ്യാപകമായിട്ട് സീലിൻ്റെ എതിരാളി എന്ന് പറയാവുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് BYD സീലും BYDയുടെ എല്ലാ വാഹനങ്ങളും. അത് ആ രീതിയിൽ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനത്തിൻ്റെ ഡിസൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഓഷനിൽ നിന്നാണ്, അതായത് സമുദ്രത്തിൽ നിന്നാണ് ഇതിൻ്റെ പ്രചോദനം, ഇതിൻ്റെ ഡിസൈൻ എന്നുള്ളതാണ്. അതായത് സമുദ്രം അറിയാമല്ലോ, എപ്പോഴും ഇങ്ങനെ വേവി ആയിരിക്കും. ആ ഒരു വേവി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിന് എന്താ പറയുക, പിൻബലം നൽകുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന റിപ്പിൾസ് രീതിയിലാണ് ഈ ഒരു ഡേറ്റ റണ്ണിംഗ് ലാമ്പ്. റിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് റിപ്പിൾ എന്ന് പറഞ്ഞാൽ ശ്യാമേ? റിപ്പിൾ എന്ന് പറഞ്ഞാൽ ഓളം എന്നാണ്. അതായത് തലയ്ക്കുള്ള ഓളം അല്ലല്ലോ, തലയ്ക്ക് ഓളം ഉള്ളവരെന്ന് പറയുന്നത് അതല്ല, ഈ സമുദ്രത്തിലുള്ള ഓളം. ആ ഓളത്തിന് പറ്റുന്ന രീതിയിലാണ് ഇവിടെ റിപ്പിൾ രീതിയിൽ ഈ ഒരു ഡേറ്റ റണ്ണിംഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അത് താഴെയായിട്ട് ബമ്പറിലാണെന്നുള്ളതാണ് മറ്റു പ്രത്യേകത. സാധാരണഗതിയിൽ എപ്പോഴും ഡേറ്റ റണ്ണിംഗ് ലാമ്പ് മേൽഭാഗത്താണെങ്കിൽ ഇത് താഴെ ബമ്പറിലാണ്. അതും ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള, പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു പ്രതലത്തിലാണ് അത് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അതിമനോഹരമായ LED ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആ ഒരു എലമെൻസൊക്കെ വളരെ മനോഹരമാണ്. അങ്ങേയറ്റം പ്രീമിയമാണ് ഈ വാഹനം തോന്നിക്കുന്ന രീതിയിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു എയർ സ്കൂപ്പ് പോലൊരു ഭാഗമുണ്ട്, അതും മനോഹരമായിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ളൊരു ഭാഗമുണ്ട്. അതിൻ്റെ താഴെയായിട്ട് എയർ ഡാമുണ്ട്. നല്ല എയർ ഫ്ലോ ഉള്ളൊരു വാഹനമാണിത്. മറ്റൊരു കാര്യമുള്ളത്, ഈ വാഹനത്തിന് കോഎഫിഷ്യൻ്റ് ഡ്രാഗ്. നമ്മൾ മറ്റേ പോളിടെക്നിക്ക് പഠിക്കാത്തതുകൊണ്ട് ഈ കൃത്യമായിട്ട് എന്താ സംഭവം എന്ന് അറിയില്ല. കാരണം വെച്ചാൽ വായു പ്രതിരോധം എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കുറവുള്ളൊരു വാഹനമാണിത്. എന്ന് പറഞ്ഞാൽ ലോഡിലൂടെ അങ്ങനെ ഒഴുകിപ്പോക്കോളും, കാറ്റൊന്നും ഇതിന് പ്രശ്നമല്ല. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതാണ് ലോകത്തിലെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് EQS ആണ്. ബെൻസിൻ്റെ EQS ആണ് കോഎഫിഷ്യൻ്റ് ഡ്രാഗിൽ ലോകത്തിൽ 2ാം സ്ഥാനമെങ്കിൽ ഇവനാണ് 1ാം സ്ഥാനം. അത്രയും ഗംഭീരമായ എയറോഡൈനാമികതയാണ് കമ്പനി ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണം? അതുകൊണ്ടാണ് ഇവൻ ഇത്രയധികം റേഞ്ച് കിട്ടുന്നത്. എത്രയാണ് റേഞ്ച്? 650 കിലോമീറ്റർ വരെ ആണ് റേഞ്ച്. 3 വേരിയൻസ് ഉണ്ട്. അതിലേറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേരിയൻറ്റിന് 650 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നുള്ള കാര്യവും മനസ്സിലാക്കുക. മറ്റൊരു കാര്യമുള്ളത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ, അതായത് E6 എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന വാഹനത്തിൽ 550 റേഞ്ച് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് പൂർണ്ണമായും കിട്ടുന്നുണ്ടെന്നാണ് ഉപയോഗിക്കുന്നവർ പറയുന്നത്. അത് ആ ബാറ്ററിയുടെ ഗുണമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ 650 എന്ന് പറയുന്നത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാനങ്ങ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ, എന്ത് ചെയ്യാനാണ്, കാണ്ടമായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ തിരതള്ളി നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഈ ബോണറ്റിൽ കാര്യമായ രീതിയിൽ പവർ ബൾജൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പവർ ബൾജുകൾ പോലും എയറോഡൈനാമിക് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെന്താണ്, അതിനൊരു ഫ്രങ്ക് എന്ന് പറയുന്ന സംഭവമുണ്ട് ഉൾഭാഗത്ത്, അതുകൂടി ഞാൻ തുറന്ന് കാണിക്കാം. അപ്പോൾ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും മുൻഭാഗത്ത് ഒരു സാധനങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കാവുന്ന ഒരു ഫ്രങ്ക് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് ട്രങ്ക് എന്ന് പറയുന്നതാണ് പിൻഭാഗത്തെ ബൂട്ട് സ്പേസ് എങ്കിൽ മുൻഭാഗത്തെ ട്രങ്കാണ് ഈ ഫ്രങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ ഓടി നടന്നിപ്പോൾ ഈ മറ്റേ പണം പിടിക്കുന്നുണ്ട്, കള്ളപ്പണമല്ല, ഇലക്ഷന് വേണ്ടി പൈസയെ കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഓടി നടന്ന് പിടിക്കുന്നുണ്ട്. എല്ലായിടത്തും ക്യാമറയൊക്കെ വെച്ച് എല്ലാവരും ഓടി വന്ന്, നമ്മൾ വാഹനം നിർത്തുമ്പോൾ ഓടി വന്ന് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വന്നാണ് നമ്മളെ പരിശോധിക്കുന്നത്, എവിടെയെങ്കിലും പൈസ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഞാൻ കോട്ടയത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ തടഞ്ഞു നിർത്തി, എന്നിട്ട് ഗ്ലോ ബോക്സ് തുറന്ന് നോക്കി പൈസ എന്തെങ്കിലും ഉണ്ടോ എന്ന് എൻ്റെ ചോദിച്ചപ്പോൾ കൈ പൈസ ഉണ്ടോ, ഞാൻ എൻ്റെ പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ആണ് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുൻഭാഗത്തൊക്കെ ഇപ്പോൾ സാധനങ്ങൾ വയ്ക്കാൻ സ്ഥലമുണ്ട്. അത് അറിയാമെന്ന് ചോദിച്ചപ്പോൾ മജിസ്ട്രേറ്റ് ആണെന്ന് കൂടെ ഒരു സ്ത്രീ ആയിരുന്നു. അവർ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മുതൽ തടഞ്ഞു നിർത്തി ഇലക്ട്രിക് വാഹനങ്ങളാണ് പരിശോധിക്കുന്നതെങ്കിൽ അവരോട് പറയുക, ഈ മുൻഭാഗം കൂടി തുറന്ന് കാണിക്കുക, അവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. കണ്ടോ, എത്ര ലക്ഷം രൂപ വയ്ക്കാൻ നോക്കിയേ. നമ്മൾ വെറുതെ ഗ്ലോ ബോക്സ് മാത്രം തുറന്ന് നോക്കി അല്ലെങ്കിൽ കയ്യിലുള്ള ബാഗൊക്കെ മാത്രം തുറന്ന് നോക്കി വിടരുത്. ഇലക്ട്രിക് വാഹനങ്ങളാണെങ്കിൽ ഫ്രങ്ക് കൂടെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞു.
അപ്പോൾ ഇനി മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ പണം കടത്തുകയാണെങ്കിൽ ഓർക്കുക, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ കാര്യം, എല്ലാവരും തുറന്ന് നോക്കുമെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. എന്തായാലും ഇവിടെ 50 ലിറ്റർ ഉണ്ട് ഫ്രണ്ട് സ്പേസ് എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ ഇതിന് നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്, അവിടേക്ക് നമുക്ക് എത്താം. പിന്നെ ഹൈഡ്രോളിക്കായിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം, അടങ്ങും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മുൻഭാഗത്തെ വിശേഷങ്ങൾ പറയാനുള്ളത്. തീർച്ചയായിട്ടും റോഡിലൂടെ ഓടി വരുന്ന കാണുമ്പോൾ ടെസ്ലയൊക്കെ ഓടി വരുന്ന അതേ ഒരു ഭംഗിയുണ്ട്, അതേ ഒരു എയറോ ഡൈനാമികതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി സൈഡിലേക്ക് പോട്ടെ. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന 19 ഇഞ്ച് ടയേഴ്സാണ്. ഇതിൻ്റെയും ഈ കാര്യത്തിൽ എയറോഡൈനാമിക്കാണ് അങ്ങേയറ്റം ഈ ഒരു അലോയ് വീൽ എന്നാണ് കമ്പനി പറയുന്നത്. അതങ്ങനെ തന്നെയാണ്. ഇടയ്ക്കൂടെ എല്ലാം ഇങ്ങനെ സുഖമായിട്ട് എയർ കടന്നു പോകുന്ന രീതിയിൽ മനോഹരമാണ്. ഏതായാലും ഈ ഒരു വീലാർച്ചൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് 19 ഇഞ്ചിൻ്റെ ഈ ഒരു ടയർ. കമ്പനി ഈ അലോയെ വിളിക്കുന്നത് എയറോ എഫിഷ്യൻറ്റ് അലോയ് എന്നാണ്, അതായത് എയറോഡൈനാമികത ഉണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ ഈ കാണുന്ന BYD ഡിസൈൻ എന്നാണ്. പിന്നെ BYDയുടെ വാഹനം വേറെ ആരെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കും. ഈ ചൈനീസ് കമ്പനിയിൽ ഇങ്ങനെയുള്ള ചില എന്താ പറയുക മണ്ടത്തരങ്ങൾ എഴുതി വയ്ക്കുമല്ലോ. ഇപ്പം MGയിൽ നമുക്ക് കാണാമല്ലോ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞ പോലെ BYD ഡിസൈൻ എന്നുള്ള ഇവിടെ എന്തായാലും ബെൻസിൻ്റെ ഡിസൈൻ എന്ന് എഴുതി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ മണ്ടത്തരമാണെന്നുള്ള കാര്യം ഇന്ത്യക്കാർ പറഞ്ഞു വേണം ഇനി ചൈനക്കാർ ഇതൊക്കെ മനസ്സിലാക്കാൻ. എന്തായാലും താഴെയായിട്ട് കാണുന്നതാണ് ഏറ്റവും മനോഹരമായ മറ്റൊരു ഭാഗം. നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗമാണ് ഏറ്റവും താഴെയായിട്ട്. ഈ ഭാഗത്തേക്കുള്ള ഈ ഒരു കട്ടൊക്കെ എന്ത് ഭംഗിയാണെന്ന് കണ്ടോ, അതിമനോഹരമാണ്. എങ്ങനെയാണ് മെറ്റൽ ഈ രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് മനസ്സിലാകാത്ത കാര്യം. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോഡി ലൈനുകളൊക്കെ വരുന്നു. അതുപോലെ ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിലാണ്, അതായത് നമ്മൾ വാഹനം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് കയറിപ്പോവും. വീണ്ടും നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഡോർ ഹാൻഡിൽ പോലും എയറോഡൈനാമികതയിൽ വലിയൊരു പ്രാധാന്യം വഹിക്കുന്നുണ്ട്. ഏറ്റവും അധികം എയറോഡൈനാമികത കിട്ടുന്നതും ഈ ഒരു ഡോർ ഹാൻഡിലേക്ക് അകത്തേക്ക് കയറി പോകുമ്പോഴാണ്. അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗുണമായിട്ട് പറയാവുന്നത്. ഇതിലും BYD എന്നുള്ള ബാഡ്ജിങ് മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ താഴ്ന്ന പ്രൊഫൈലാണെന്നുള്ള കാര്യം സംശയമില്ല. എങ്കിൽ പോലും ഉൾഭാഗത്തുനിന്ന് ഇരിക്കുമ്പോൾ അങ്ങനെ നമുക്ക് തല മുട്ടുന്ന പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഒരു കൂപ്പേ സ്റ്റൈലിലാണ് ഇങ്ങനെ വിൻഡോ ലൈനൊക്കെ ഇറങ്ങിപ്പോകുന്നത്. മേൽഭാഗത്ത് കാണുന്നത് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ കാണുന്നതും ഫുൾ സൺറൂഫ് ആണെന്നുള്ളതാണ്. അതായത് തുറക്കാവുന്നതല്ല, പക്ഷേ ഫുൾ ഗ്ലാസ് ആണ്. അതിനെപ്പറ്റി നമുക്ക് ഉൾഭാഗത്ത് കയറുമ്പോൾ പറയാം. പിൻഭാഗത്തേക്ക് വന്ന് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഞാനത് അന്നും ആ ഒരു വോക്ക് അറൗണ്ട് വീഡിയോയിലും പറഞ്ഞിരുന്നു, ഈ ഹോണ്ട സിവിക്കിനെ എവിടെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ ഹോണ്ട സിവിക്കിനേക്കാളും ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് വളരെ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസും അതിൻ്റെ അറ്റത്തായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം വിൻഡോ ലൈനെല്ലാം ഫുൾ ബ്ലാക്കാണ്. അതും ഈ നിറത്തോട് ചേരുമ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട്. പിൻഭാഗത്ത് അങ്ങനെ വരുമ്പോഴത്തേക്കും വളരെ മാസീവായിട്ടുള്ള ബൂട്ട് സ്പേസാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും പിൻഭാഗത്തെ ഈ ഒരു ഡിസൈൻ രീതികളും അതീവ രസകരമാണ്. ഇതുണ്ടോ ഈ ഒരു എലമെൻറ്റ് LED ടെയിൽ ലാമ്പിൻ്റെ ഈ എലമെൻറ്റൊക്കെ എത്ര മനോഹരമാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു LED സ്ട്രിപ്പ് ഇങ്ങനെ 2 ടെയിൽ ലാമ്പിനെ നമ്മൾ തമ്മിൽ ഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് നല്ല സ്റ്റീൽ ഫിനിഷുള്ളൊരു ഭാഗവും കൊടുത്തിരിക്കുന്നു. BYD എന്നുള്ള ബാഡ്ജിങ് അവിടെ, BYD സീൽ എന്നുള്ള ബാഡ്ജിങ് ഇവിടെ. അതെന്തിനായിരിക്കും അല്ലേ, ഇവിടെ ഒരു BYD പിന്നെ ഇവിടെ BYD സീലെന്നും അതും സംശയം ഉളവാക്കുന്നുണ്ട്. ചൈനക്കാരെന്താ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ട് ബാഡ്ജിങ്ങിൻ്റെ കാര്യത്തിൽ. എന്തായാലും താഴെയായിട്ട് സ്പോർട്സ് കാറുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബമ്പറിൻ്റെ ഭാഗം മുഴുവൻ വളരെ ഭംഗിയായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇത് നമുക്ക് ബൂട്ട് തുറന്ന് നോക്കാം. ഇതാ ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ്. ഇതാ ഇവിടെ പ്രസ് ചെയ്താൽ ഓപ്പൺ ആകും, അല്ലെങ്കിൽ നമുക്ക് കീയിലും ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കും. അപ്പോൾ 400 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. യാതൊരു പിശുക്കും ആ കാര്യത്തിൽ കൊടുത്തിട്ടില്ല. ഇവിടെ നെറ്റഡ് ഭാഗമൊക്കെ ഉണ്ട്, സുഖമായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചാടിപ്പോകാതൊക്കെ സൂക്ഷിക്കാം. സ്പെയർ ടയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയേണ്ടത്. ഇവിടെയും ഒരു ബൂട്ട് സ്പേസ് തന്നെയാണുള്ളത്. ഈ വാഹനത്തിലുള്ളത് സ്പെയർ ടയർ അല്ല, ഇതിൽ പങ്ക്ചർ റിപ്പയർ കിറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, സ്പെയർ ടയർ ഇല്ല. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ കാണാം എന്തുകൊണ്ട് ഇവിടെ ബാറ്ററി ഇരിക്കുന്ന ഒരു ബാറ്ററി തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് എന്തുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഭാഗമില്ല സംശയം തോന്നാം. കാരണം സാധാരണ ഇത്തരം വാഹനങ്ങളിൽ താഴെയായിട്ട് ബാറ്ററി വിരിച്ചിടുകയാണല്ലോ ചെയ്യുന്നത്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ബാറ്ററി ഘടിപ്പിച്ചിരിക്കുകയാണ്. അതായത് ബാറ്ററി ഘടിപ്പിച്ച ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് വളരെ റിജിഡാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. മറ്റു വാഹനങ്ങളുടെ കാര്യത്തിൽ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ അത് വിരിച്ചിടുകയാണെങ്കിൽ ഇത് പ്ലാറ്റ്ഫോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ റിജിഡായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് കിട്ടുന്നത്. എന്നാൽ ഇത് നമുക്ക് ഇലക്ട്രിക്കലി തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിലാണ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലും എല്ലാം എയർ സ്കൂപ്പുകൾ കൊടുത്തിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ സ്ഥലത്തൂടെയും വായു കയറി ഇറങ്ങി പോകുന്ന രീതിയിലാണ് മൊത്തത്തിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതാണ് പറയേണ്ടത്. എന്തായാലും ഈ ഒരു അപ്പർ ലിപ്പ് ഉള്ള ഭാഗമൊക്കെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറിൻ്റെ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടിട്ട്, അതുപോലെ ചെരിഞ്ഞിറങ്ങുന്ന വിൻഷീൽഡും. ഇത്രയുമാണ് ഈ വാഹനത്തെപ്പറ്റി പറയാനുള്ളത്. ഒരു കുറ്റവും പറയാനില്ല, അത് അത്രയും സുന്ദരമായ രൂപം. മറ്റൊരു കാര്യമുള്ള, നമ്മൾ ഈയിടെയായിട്ടൊക്കെ നമ്മൾ ഏത് വാഹനം എടുത്താലും അതെല്ലാം SUV-കളായിരിക്കും. SUV-കളെന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ എന്നാ നീ എന്നാ പറഞ്ഞിക്കടാ എന്നുള്ള മട്ടിൽ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കും. ഇതങ്ങനെയൊന്നുമില്ല.
ഇദ്ദേഹം വളരെ ശാന്തനായിട്ട് ഇങ്ങനെ കിടന്നു തരികയാണ്, വർണ്ണിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട്. അത്രയും മനോഹരമായ രൂപമാണ്. എന്തായാലും BYD സീലിൻ്റെ ഡിസൈനേഴ്സിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. അത്രയും സുന്ദരമായ ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ട്. അപ്പം ഇനി ഇൻറ്റീരിയറിലേക്ക് കയറാം. അന്നൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ, നമ്മൾ ഡൽഹിയിൽ വെച്ച് ഈ വാഹനത്തിന് വാക്കൗണ്ട് ചെയ്തപ്പോൾ അടി ബഹളം കത്തിക്കൂത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് അകത്തുനിന്ന് കയറാൻ പറ്റിയത്. ഇപ്പോൾ അതാരുമില്ല, ഞാനും ശ്യാമും കുറേ കിളികളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് ഉൾഭാഗം ഒന്ന് കാണാം. എക്സ്റ്റീരിയർ പോലെ തന്നെ നമ്മളെ അങ്ങനെ വെൽക്കം ചെയ്യുന്നൊരു ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. അതിമനോഹരമാണ്. അതിമനോഹരം വെച്ചാൽ ഫുൾ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ സീറ്റിൻ്റെ ഒക്കെ ആണെങ്കിലും ഈ ഒരു ഡിസൈൻ രീതിയും അതുപോലെ തന്നെ അപ്ഹോൾസ്റ്ററിയൊക്കെ എന്ത് രസകരമാണെന്ന് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻറ്റീരിയറാണെന്ന് പറയാം. സീറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇനി ബാക്കി തന്നെ പറയാം. വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായ സപ്പോർട്ട്, തൈ സപ്പോർട്ടായാലും ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക് സപ്പോർട്ടുണ്ട്. ഇതുപോലെ ഈ സൈഡിലൊക്കെ ബോൾസ്റ്റേഴ്സൊക്കെ ഗംഭീരമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതും അതിൻ്റെയൊക്കെ ഒരു രൂപം വളരെ ഭംഗിയുള്ളതാണ്. BYD എന്നുള്ള ബാഡ്ജിങ്ങും അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി നമുക്ക് പലതരത്തിൽ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹൈറ്റ് കൂട്ടാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. എന്തായാലും സുഖപ്രദമായ ഒരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം. മെമ്മറി ഫംഗ്ഷൻ ഉണ്ടോ നോക്കട്ടെ. ഇല്ല, മെമ്മറി ഫംഗ്ഷൻ ഇല്ല. പക്ഷേ ചെറിയ തോതിൽ നമുക്ക് ബാക്ക് സപ്പോർട്ടൊക്കെ തരുന്നതിനുള്ള മുഴകളൊക്കെ വരുത്തുന്ന ചില സംവിധാനങ്ങളൊക്കെ അതിനും സൈഡിൽ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും സ്പേസ് കണ്ടല്ലോ, ഇഷ്ടം പോലെയാണ്. കാരണം വീൽ ബേസിൻ്റെ കാര്യത്തിൽ യാതൊരു ക്ഷാമവും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷാണ്. അത് നല്ല സോഫ്റ്റായുള്ള സർഫസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ബ്ലൂ സ്റ്റിച്ചിങ് ഒക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗൺമെറ്റൽ ഫിനിഷുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു. ഇവിടെയും ബ്ലാക്ക് ഫിനിഷുള്ളൊരു ഭാഗം. AC വെൻറ്റുകളൊക്കെ അങ്ങനെ ഉൾഭാഗത്ത് മനസ്സിലാകാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഈ ഭാഗത്ത് വീണ്ടും ഒരു അൽക്കാൻഡ്ര സ്പേസ് കൊടുത്തിരിക്കുന്നു. എല്ലാം കൂടി ചേരുമ്പോൾ ഈ ഭാഗമൊക്കെ വളരെ രസകരമാണ്. സാമാന്യം വലിയ ഗ്ലൗ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 2 വയർലെസ് ചാർജിങ് പാഡുകളാണ് കാണുന്നത്. തീർച്ചയായിട്ടും വളരെ ആവശ്യമുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ വാഹനത്തിൽ ഇരിക്കുന്ന 4 പേരുണ്ടെങ്കിൽ 10 ഫോണുള്ള കാലമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വഴക്കൊന്നും ഉണ്ടാക്കാൻ ചാർജ് ചെയ്യാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഇത് നല്ല ക്രിസ്റ്റൽ ഫിനിഷുള്ള ഡ്രൈവ് സെലക്ടറാണ്. ഇത്രയേ ഉള്ളൂ. ഇത്തിരി കുഞ്ഞനാണെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തുകൊള്ളും. ചുറ്റുപാടും കുറേ സ്വിച്ചുകളൊക്കെ കാണാം. അതിൻ്റെ അകത്ത് നമുക്ക് പ്രധാനമായിട്ടും പറയാവുന്നത് ഇതിൻ്റെ അഡാസ് ഫീച്ചേഴ്സൊക്കെ ധാരാളമുണ്ട്. അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഡ്രൈവ് മോഡ് എൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ വോളിയത്തിൻ്റെയൊക്കെ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പാർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് ഹസാർഡ് ലൈറ്റിൻ്റെയും അതെല്ലാം കൂടെ ഒറ്റ കൺസോളിൽ ഭംഗിയായിട്ട് തന്നെ നിർത്തിയിരിക്കുന്നു. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു കാർഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് NFC എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഈ സാധനം കൊടുത്തിരിക്കുന്നത് ഇതിൽ എഴുതിയിരിക്കുന്നത് പ്ലേസ് എവേ ഫ്രം വയർലെസ് ചാർജിങ് ഏരിയ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഭാഗത്ത് വെക്കേണ്ടതാണ്. ഇവിടെ NFC എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. എന്താണ് NFC എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡ് മതി നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ടു നടക്കാൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെയും കാണുന്നുണ്ട് NFC എന്ന് എഴുതിയിരിക്കുന്നത്. NFC എന്ന് പറഞ്ഞാൽ നിയർ ഫീൽഡ് കണക്ഷൻ എന്ന കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനാണ് ഈ കാർഡ് ഉപയോഗിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വാഹനം യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാർഡ് കയ്യിലുണ്ടായാൽ മതി. അതിന് അല്ലാതെ കീ ആയിട്ട് വേണമെന്നൊന്നുമില്ല. പ്രധാനമായിട്ടും ചെയ്യാവുന്നത് ഇതിൻ്റെ ഈ ഡ്രൈവർ സൈഡിലുള്ള സൈഡ് വ്യൂ മിററിൻ്റെ മുകളിൽ NFC എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ സാധനം ഒന്ന് 4 സെൻറ്റിമീറ്റർ മുകളിൽ കാണിച്ചാലും മതി, വാഹനം അൺലോക്ക് ആകും. അതിനകത്ത് എന്നിട്ട് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് ഈ ഭാഗത്ത് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ മതി, സ്റ്റാർട്ട് ചെയ്യാൻ അത് മതി. വേറെ ഒന്നും വേണ്ട. പേഴ്സിൽ ഇങ്ങനെ കാർഡ് കൊണ്ടുവന്നാൽ മതി. അതാണ് ഈ NFC എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഭാഗം നമ്മൾ തുറക്കുമ്പോൾ സാമാന്യം വലിയ സ്റ്റോറേജ് സ്പേസാണ് നമ്മളിവിടെ കാണുന്നത്.
ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, സുഖമായിട്ട് സാധനങ്ങൾ സൂക്ഷിക്കാം. മറ്റൊരു വലിയ സ്പേസ് ഇതാ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇത്രയും നീളത്തിൽ സ്പേസ് ഉണ്ട്, ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാം. ഇതിലാണ് ചാർജിങ് പോയിൻറ്റ്സും കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ഇഷ്ടംപോലെ ചാർജിങ് പോയിൻറ്റുകൾ. അത് 12 വോൾട്ട് ഉൾപ്പെടെയുള്ള എല്ലാം. ദൈവമേ, ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. പിന്നെ പ്രധാനപ്പെട്ട താരത്തിലേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹമാണ് ഈ ഒരു വാഹനത്തിലെ പ്രധാനപ്പെട്ട താരം. 15.6 ഇഞ്ചിൻ്റെ വമ്പനൊരു ഇൻഫോർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനാണിത്. നമ്മൾ അന്ന് കാണിച്ചിരുന്നു. ഇത് ഞെക്കി കളിക്കാൻ ഏറ്റവും രസമുള്ള സാധനമാണ്. കൊച്ചു കുട്ടികൾ ഈ വാഹനത്തിൽ കയറിയാൽ ഏറ്റവും രസകരമായിട്ട് ചെയ്യാൻ പോകുന്നത് ഞെക്കി കളിക്കുക എന്നുള്ളതായിരിക്കും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുക. എന്ത് രസമാണ്! ഈ ഒരു പ്രായത്തിൽ എനിക്ക് പോലും തോന്നുന്നുണ്ട് ഇങ്ങനെ ഞെക്കി കളിക്കാൻ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് വെർട്ടിക്കലായിട്ട് നിൽക്കുമ്പോഴത്തേക്കും എല്ലാ ഡിസ്പ്ലേ എല്ലാം വെർട്ടിക്കലായിട്ട് മാറുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അത് രസകരമായിട്ടുണ്ട്. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ വർക്ക് ചെയ്യില്ല എന്നാണ് ഞാൻ കേട്ടത്. ആ ഒരു പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ. മറ്റൊരു കാര്യമുള്ള ആൻഡ്രോയിഡ് ഓട്ടോ ഇത് വയർലെസ് ആണെങ്കിലും ഇപ്പോഴും ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടില്ല. അത് ഉടനെ ആകുമെന്നാണ് കേൾക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത് AC-യുടെ പ്രവർത്തനത്തിനൊക്കെ വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഒരു സ്ക്രീനിനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അല്ലാതെ AC-യുടെ ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ചുകളൊന്നും നിങ്ങൾ മറ്റൊരു സ്ഥലത്തും കാണുന്നില്ലല്ലോ. ആകെയുള്ള ഫിസിക്കൽ സ്വിച്ചുകൾ ഈ കാണുന്ന മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ക്രീനിലാണ്. അതൊന്ന് പരിചയപ്പെട്ട് വരാൻ ഇത്തിരി സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരു 10 സ്പീക്കറിൻ്റെ ഡൈന ഓഡിയോയുടെ ഗംഭീരമായൊരു മ്യൂസിക് സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായ സൗണ്ടൊക്കെ നൽകുന്ന സംഭവമാണ്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഫോണ്, സ്പോട്ടിഫൈ, റേഡിയോ, പിന്നെ BYD അസിസ്റ്റൻസ്, റേഡിയോ, മ്യൂസിക്, സ്പോട്ടിഫൈ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, മീഡിയ സെൻറ്റർ, വെഹിക്കിൾ ഇമേജ്, യൂട്ടിലിറ്റി, ആൽബം, സെറ്റിങ്സ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്മാർട്ട് ചാർജിങ്ങായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഉള്ളത് നമ്മൾ ഇതിൽ വാഹനമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇൻ്റർനെറ്റ്, വൈഫൈ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഈ വാഹനത്തിൽ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊന്ന് റിവേഴ്സിലിട്ട് നോക്കാം. ഗംഭീരമായ സാധനം. അതായത് ഒരു വലിയ 70mm സ്ക്രീനിൽ കാണുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ കാണുന്നത്. അത് നമുക്ക് പലതരത്തിൽ ഇപ്പോൾ ഡോർ ഓപ്പൺ ആയതുകൊണ്ട് ചില ഫങ്ഷൻസ് ഇപ്പോൾ പ്രവർത്തിക്കില്ല. ഇതിപ്പോൾ 3Dയിലേക്ക് മാറണമെങ്കിൽ അത് അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത് ഓൺ ചെയ്തിരിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. എന്താ കേട്ടോ ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് മറ്റേ സൈഡിൽ നിന്നുള്ള വ്യൂ. എല്ലാ കാര്യങ്ങളും ഭക്കയായിട്ട് കൊടുത്തിരിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഗംഭീരമുണ്ട്. പനോരമയിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതിപ്പോൾ പനോരമയിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പക്കയാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അത് വോയിസ് റെക്കഗ്നീഷനുണ്ട്. ഈവൻ ഇന്ത്യൻ ഇംഗ്ലീഷ് പോലും ഇദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. ചൈനക്കാരനാണെങ്കിലും ആ രീതിയിൽ എല്ലാ ഫങ്ഷൻസും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള എല്ലാ ഫങ്ഷൻസും ഒരുമിച്ച് ഒരു മോഡലിൽ കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ എന്തായാലും വാഹനം ഓടിക്കുമ്പോൾ ഇത് നമ്മൾ ഈ രീതിയിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. വെർട്ടിക്കലായിട്ട് നിൽക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു കുറ്റം പറയാവുന്നത് ചെറുതായിട്ടൊന്ന് വോയിസ് ഡിസ്ട്രിക്റ്റ് ചെയ്യുന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ താത്തി വെച്ച് കഥയൊക്കെ പറഞ്ഞ് പോകാം. മറ്റൊരു കാര്യമുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാഹനം ഓടിച്ചു പോകുമ്പോൾ ദൂരെ എവിടെയോ സ്പീഡോമീറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ കാണുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാണുന്നത്. അന്തരീക്ഷത്തിൽ എവിടെയോ കിലോമീറ്റർ കാണുന്നത്, സ്പീഡോമീറ്റർ കാണുന്നത് അതാണ്. പിന്നെ മൊത്തത്തിൽ നമ്മളിനി ഈ സ്റ്റിയറിംഗ് വീലിലേക്കും മറ്റും പോവുകയാണെങ്കിൽ ഈ കാണുന്ന പോലെ ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടമാണ്. ഇതിലും പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വോയിസ് കൺട്രോളുള്ള സ്വിച്ചുകളാണ് കാണുന്നത്. ഈ ഭാഗത്ത് വോളിയം കൺട്രോളുള്ള സ്വിച്ചുകളൊക്കെ കാണുന്നു. BYD എന്നുള്ള ബാഡ്ജിങ് നടുവിലായിട്ട് കൊടുത്തിരിക്കുന്നു. അത് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കാണുന്നത് 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ്. എന്നെയാണോ കാണുന്നത് അതോ സ്ക്രീനാണോ നിങ്ങൾ കാണുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതിൽ 2 ഡിജിറ്റൽ മീറ്റേഴ്സ് കാണും. പിന്നെ നടുവിൽ ചെറിയ ഇൻഫർമേഷനുകൾ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവ് മോഡുകൾ ഏത് മോഡിലാണ് കിടക്കുന്നത് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അത്തരം കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മുടെ കാണാം. അതുപോലെ ഇതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നോക്കിയത്. ട്യൂട്ടറൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എത്ര ഗംഭീരമായിട്ട് അതിലങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അതുപോലെ ഇവിടേക്കാണെങ്കിലും ലെതറിൻ്റെ ഈ ഒരു റാപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കുറ്റവും പറയാനില്ല. വളരെ പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഗംഭീരമായ ഡിസൈനും കാര്യങ്ങളുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഡോർ പാഡിലേക്ക് നോക്കി എന്തൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ. എന്തെല്ലാം കട്ടുകളും ക്രീസുകളും ഡിസൈൻ്റെ രീതിയൊക്കെ കണ്ടില്ലേ. അതുപോലെ തന്നെ ഈ ഡാഷ്ബോർഡിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അൽക്കാൻട്ര ലെതറുണ്ട്, സാധാരണ ലെതറുണ്ട്, പിയാനോ ബ്ലാക്ക് ഫിനിഷുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷേ ബോട്ടിൽ വയ്ക്കാനൊക്കെ ഒരു ചെറിയ ബോട്ടിൽ വയ്ക്കാനുള്ള സ്ഥലമേ കൊടുത്തിട്ടുള്ളൂ പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും ഭംഗിയായിട്ടുണ്ട്. ഇനി പറയേണ്ട ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സാധനമാണ്. ഇത് കണ്ടില്ലേ, സൺറൂഫ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്ത് താഴെ വരുന്നുണ്ട്. ഇത് മൂവബിൾ ആയിട്ടുള്ള ഗ്ലാസ് അല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷേ
ഏറ്റവും പിന്നിൽ വരെ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നാം ഇത് അടയ്ക്കാനായിട്ട് മറ്റ് ഫ്ലാപ്പുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ നന്നായിട്ട് ചൂടടിക്കില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ചൂടടിക്കും എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇൻഫ്രാറെഡ് റേസിനെയൊക്കെ തടയുന്ന രീതിയിലുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായ രീതിയിൽ വെയിലൊന്നും അടിക്കില്ല. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഇത് കുറച്ച് ടിൻഡഡുമാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ വെളിച്ചം നേരെ അടിക്കുന്നുമില്ല. എന്തായാലും അത് ഒട്ടും തന്നെ ചൂടടിക്കാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത്. എങ്കിൽ പോലും കേരളത്തിലെ ഇപ്പോഴത്തെ ചൂടിൽ എന്തൊക്കെ ചെയ്താലും അടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് പറയാനുള്ള കാര്യങ്ങൾ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. നമ്മുടെ വീഡിയോയിൽ പലതവണ പ്രത്യക്ഷപ്പെട്ട പ്രൊഡക്റ്റാണ്. അത് V-Starൻ്റെ കാർബൺ സീറോ ട്രങ്കാണ്. എന്താണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം പോലെ തന്നെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ പ്രൊഡക്റ്റാണെന്നുള്ള കാര്യമാണ്. അത് വുഡ് പൾപ്പിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരു ട്രങ്കാണ്. മറ്റൊരു കാര്യമുള്ളത് അത് ആൻറ്റി ബാക്ടീരിയൽ ആണെന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ ദിവസം മുഴുവൻ ഉപയോഗിച്ചാലും വളരെ ഫ്രഷായിരിക്കും, ഒട്ടും തന്നെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിപ്പിക്കില്ല എന്നുള്ളതാണ്. ഞാൻ എന്താണ് പ്രൊഡക്റ്റ് എന്ന് കാണിച്ചു തരാം. നമ്മൾ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതാണ് കാർബൺ സീറോ ട്രങ്ക് V-Star എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ. മെയ്ഡ് ഫ്രം വുഡ് പൾപ്പ്, അതായത് ഓസ്ട്രേലിയയിലെ ബീച്ച് വുഡിൽ നിന്നുള്ള പൾപ്പ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അങ്ങേയറ്റം സോഫ്റ്റാണ്. ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് കാണിക്കാൻ പറയരുത് കേട്ടോ. പലരും അങ്ങനെ കമൻറ്റൊക്കെ ഞാൻ കണ്ടിരുന്നു, പക്ഷേ കാണിക്കാൻ പറയരുതെങ്കിൽ പോലും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നപ്പോൾ ഇതാണ്. നല്ല സുഖമാണ്. നമ്മൾ ദിവസം മുഴുവൻ ഉപയോഗിച്ചാലും യാതൊരു ബുദ്ധിമുട്ടും തോന്നുകയില്ല. തന്നെയല്ല ഞാൻ ഈ പറഞ്ഞ ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രഷ്നെസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കെപ്പോഴും നിലനിർത്തുന്ന കാര്യത്തിൽ ഇദ്ദേഹം വളരെ മുന്നിലാണെന്നാണ് പറയേണ്ടത്. ഇപ്പോൾ എല്ലാ ലീഡിങ് സ്റ്റോറുകളിലും ഇപ്പോൾ V-Starൻ്റെ കാർബൺ സീറോ ട്രങ്ക് ലഭ്യമായിട്ടുണ്ട്. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഒരു അഡിക്റ്റായിട്ട് മാറും. കാരണം അത്രയും സുഖമാണ് ഈ സംഭവം ഉപയോഗിക്കാൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ മറന്നു പോയിരിക്കുക, V-Starൻ്റെ കാർബൺ സീറോ ട്രങ്ക് ഈ വാഹനം പോലെ തന്നെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ പ്രൊഡക്റ്റ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ട്രങ്കിൻ്റെ പരസ്യം പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിൽ പലരും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് V-Starനെ ഇവിടെ വെച്ചിട്ട് നമുക്കിനി പിൻഭാഗത്തേക്ക് പോകാം. എങ്ങനെയുണ്ട് പിൻഭാഗത്ത് കാര്യങ്ങൾ, ഇരിപ്പും കാര്യങ്ങൾ എന്നൊക്കെ അറിയണമല്ലോ. നമ്മൾ പോകാം. അപ്പോൾ നമ്മളിങ്ങനെ കടന്ന് പിൻഭാഗത്തിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്താണ്, എത്ര ഫ്ലാറ്റാണ് ഫ്ലോർ എന്നുള്ള കാര്യമാണ്. 1 ഇഞ്ച് പോലും പൊങ്ങി നിൽക്കുന്നില്ല, ആ രീതിയിൽ ഫ്ലാറ്റാണ്. അതിഗംഭീരമായിട്ടുള്ള ആ കാര്യം. അതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഇവിടെ ആകെ എനിക്കൊരു പ്രശ്നം തോന്നിയത്, ഈ താഴെ എന്തൊക്കെ പറഞ്ഞാലും ഇൻ്റഗ്രേറ്റ് ചെയ്തൊക്കെയാണ് ബാറ്ററി പാക്കൊക്കെ കൊടുത്തിരിക്കുന്നതെങ്കിലും അല്പം ഉയർന്ന ഫ്ലോർ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തൈ സപ്പോർട്ട് അല്പം കുറവാണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് പെട്ടെന്ന് ഇരുന്നപ്പോൾ ഫീൽ ചെയ്തത്. എന്തായാലും ഇവിടെ നമുക്ക് ആംബ്രസ്റ്റ് ഉണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്തെ സീറ്റ് പോലെ തന്നെ വളരെ രസികൻ അപ്ഹോൾസ്റ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ കുഷനിങ് ഒക്കെ ഗംഭീരമാണ്. ഇവിടെ ഇങ്ങനെ അല്പം ഉള്ളിലേക്ക് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളതിനെ ഹഗ് ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കാൻ സാധിക്കും. മുൻഭാഗത്തെ സീറ്റിൻ്റെ പിൻഭാഗത്തെ എലമെൻറ്റ്സ് കാണാനും വളരെ രസകരമാണ്. ഇവിടെ ഈ ബ്ലാക്ക് ഫിനിഷ് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. കൂടാതെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെയൊക്കെ ഇങ്ങനെ ചില സ്റ്റോറേജ് സ്പേസും മൊബൈൽ ഫോൺ വയ്ക്കാനുള്ള സ്പേസൊക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെ ചാർജിങ് പോയിൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. USB പോർട്ടുകളാണ് കാണുന്നത്. ഇവിടെ മൊബൈൽ ഫോൺ വയ്ക്കാം. ഇവിടെ പിന്നിലേക്ക് AC വെൻറ്റ് കൊടുത്തിരിക്കുന്നു. എന്തായാലും പിൻഭാഗത്തിരിക്കുമ്പോൾ ഏറ്റവും രസകരമായ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ തലയ്ക്ക് പിന്നിലേക്കാണ് ഈ ഒരു സൺറൂഫ് എത്തുന്നതെന്നുള്ള കാര്യമാണ്. ഇതിങ്ങനെ തുറന്ന ആകാശം കണ്ടുകൊണ്ട് പോകാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സംഭവം. രാത്രിയിലൊക്കെ പോകാൻ വളരെ രസകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ചൂടടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ രാവിലെ നേരം വെളുത്ത് വരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പം ഉള്ളിലേക്ക് ചൂടൊന്നും വരുന്നില്ല. പിന്നെ ഡോർ പാഡിലേക്ക് വേണമെങ്കിൽ അവിടെ ഒരു ബോട്ടിലൊക്കെ വയ്ക്കാം. അതുപോലെ തന്നെ മുൻഭാഗത്തെ പോലെ തന്നെ രസകരമായ ഡിസൈനൊക്കെയാണ് ഡോർ പാഡിനും കൊടുത്തിരിക്കുന്നത്. വിൻഡോ ലൈനൊക്കെ വളരെ താഴ്ന്നാണ്, കൈയൊക്കെ വെച്ച് സുഖമായിട്ടിരിക്കാം. ഇവിടെയുമൊക്കെ ഈ ഒരു ലെതറിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ വളരെ രസകരമായിട്ടുണ്ട്. വളരെ വിശാലമായ വിൻഡോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലാസ് വിൻഡോ. അതുകൊണ്ട് തന്നെ ഒട്ടും ക്രാംഡായുള്ള ഫീലൊന്നുമില്ല. രസകരമായ LED ലൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെയും കാണാം. ലെഗ് സ്പേസ് ഒട്ടും മോശമില്ല. ഇത് ഞാനിപ്പോൾ ഏതാണ്ട് പകുതിയാണ് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. സുഖമായിട്ട് കാല് വെച്ച് ഇരിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് BYD സീലിനെ പറ്റി പറയാനുള്ളത്. ഒരു കുറ്റവും പറയാനില്ല. നമ്മൾ വാവ് ഫാക്ടർ എന്ന് പറയുമല്ലോ, ആ വാവ് ഫാക്ടർ ഇതിൻ്റെ ഓരോ ഇഞ്ചിലും ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ചൈനീസ് പ്രൊഡക്റ്റാണെന്നൊന്നും കരുതി മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഈ സെഗ്മെൻറ്റിലെ ഏതൊരു ഇലക്ട്രിക് വാഹനവുമായിട്ടും കിടപിടിക്കുന്ന സംഭവമാണിത്. ഈ സെഗ്മെൻ്റല്ല, ഇതിൻ്റെ അടുത്ത സെഗ്മെൻറ്റ് വില വെച്ച് നോക്കി അടുത്ത സെഗ്മെൻറ്റിലുള്ള BMW വാഹനങ്ങളുമായിട്ട് പോലും കിടപിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും, ഇലക്ട്രിക് കാറുകൾ മാത്രമല്ല ഇലക്ട്രിക് വാഹനങ്ങൾക്കെല്ലാം തന്നെ ഏകദേശം ഒരേ തരത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സും ഒരു ഡ്രൈവിംഗ് ക്യാരക്ടേഴ്സുമാണുള്ളത്. രണ്ട് തരത്തിലേ അവയെ ഒന്ന് തരംതിരിക്കാൻ പറ്റുള്ളൂ. ഒന്ന് വളരെ സഡനായിട്ടുള്ള പിക്കപ്പ് ഉള്ളവ, അതായത് എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ വലിച്ചുകൊണ്ട് പോയുന്നൊരു പിക്കപ്പ് ഉള്ളതും, മറ്റൊന്ന് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു മീഡിയം മാർഗത്തിൽ പോകുന്നത്, അതായത് അങ്ങനെ അങ്ങ് വലിച്ചുകൊണ്ട് പോകില്ല, പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമില്ല. ഈ വലിച്ചുകൊണ്ട് പായുന്ന വാഹനങ്ങളുടെ കാര്യത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ വലിച്ചുകൊണ്ടങ്ങ് പായുന്നു, നമ്മളൊരു കൺട്രോൾ ഇത്തിരി കുറവായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ കാര്യത്തിൽ അവരുടെ ഒരു കൈവിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നൊരു പ്രശ്നം അതിനുണ്ട്. പക്ഷേ ഈ ഒരു മധ്യമാർഗത്തിലുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അത് നമ്മളെ അങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയല്ല ചെയ്യുന്നത്, പക്ഷേ പെർഫോമൻസിലേക്ക് ഒരു ഗ്രാജുവലായിട്ട് എത്തുകയാണ് ചെയ്യുന്നത്. ആ ഗ്രാജുവലായിട്ട് എത്തുന്ന വാഹനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനം BYDയുടെ E6 ആണ്. E6ൻ്റെ കാര്യത്തിൽ അത്രയും പെർഫോമൻസ് ഉള്ള വാഹനമാണെങ്കിലും ഒരിക്കലും കൈവിട്ട് പോകുന്നില്ല, ഒരു മിതത്വം പാലിച്ചാണ് പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ 3.8 സെക്കൻഡ്സാണ് ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിന് 100 കിലോമീറ്റർ വേഗമെടുക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ പോലും നല്ല റോഡ് ഗ്രിപ്പും നല്ല വെയിറ്റുമുള്ള വാഹനമായതുകൊണ്ട് നമുക്ക് ആദ്യം പറഞ്ഞൊരു പ്രശ്നം അനുഭവപ്പെടുന്നില്ല, അതായത് കൈവിട്ട് പോകും എന്നൊരു പ്രശ്നം അനുഭവപ്പെടുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു കുഴിയൊക്കെ ചാടിക്കടന്ന് ഒരു യൂട്ടേൺ എടുക്കുകയാണ്. ഇവിടെയൊക്കെ ഒരു അല്പം ശ്രദ്ധിക്കണം, കാരണം 145 മില്ലിമീറ്റർ എന്ന് പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് സത്യത്തിൽ ഇന്ത്യൻ റോഡുകൾക്ക് ഒരല്പം കൂടി വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ ഹമ്പൊക്കെ ആണെങ്കിൽ ഒന്ന് ചെരിച്ച് അങ്ങ് കയറ്റുക. പണ്ട് നമ്മൾ ബജാജ് ചേതക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചെരിച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ പോലെ ഇതൊന്ന് ചെരിച്ചിട്ട് വേണം എടുത്തു പോകാൻ. അങ്ങനെയാണെങ്കിൽ അടിതട്ടുന്ന പ്രശ്നമില്ല. ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. ഇപ്പോൾ പൊതുവേ ഇന്ത്യൻ റോഡുകൾക്ക് അനുസൃതമായിട്ട് ഇന്ത്യയിൽ വരുന്ന ഏതൊരു വിദേശ വാഹനവും സസ്പെൻഷനൊക്കെ ഒന്ന് ഹൈറ്റൊക്കെ കൂട്ടിയാണ് വരുന്നത്, ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി. പക്ഷേ ഇവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ആസിറ്റീസാണ് വന്നിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു തരത്തിലും ഒരു പ്രശ്നങ്ങളും നമുക്ക് അതിലൊന്നും പറയാനില്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ബാറ്ററി പാക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ റിജിഡാണ്. നമുക്ക് ഓടിക്കുമ്പോൾ അറിയാം നമ്മൾ വളരെ ഹെവി ആയിട്ടുള്ള ഒരു മെറ്റൽ പീസിൻ്റെ മുകളിലിരുന്ന് ഓടിക്കുകയാണ് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള അത്രയും എന്താ പറയുക ഒരു സ്റ്റെബിലിറ്റി തോന്നുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ എത്രത്തോളം ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നു അത്രത്തോളം സ്റ്റെബിലിറ്റി കൂടുമെന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം റോഡിനോട് ചേർന്ന് ഓടുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ആത്മവിശ്വാസം തോന്നുന്ന രീതിയിലുള്ള സ്റ്റെബിലിറ്റി കിട്ടും. അത് ഈ വാഹനത്തിനുണ്ട്. പിന്നെ വളരെ താഴ്ന്നൊരു സീറ്റിംഗ് പൊസിഷനാണെന്ന് പറയാൻ പറ്റില്ല. പൊതുവേ സെഡാനുകൾക്ക് അങ്ങനെയാണെങ്കിൽ പോലും ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെങ്കിൽ പോലും സീറ്റിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു കുഴിയിലേക്ക് കയറി ഇരുന്ന് ഓടിക്കുന്ന ഫീലൊന്നുമില്ല. പിന്നെ സീറ്റുകൾ നമുക്ക് പലതരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു ഗംഭീരമായ ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടെത്താം. സ്റ്റിയറിംഗ് വീലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓടിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, മാനുവലി നമുക്ക് ഇതിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഉള്ളത് ഈ പനോരമിക് സൺറൂഫാണ്. അങ്ങേറ്റം പ്ലസൻ്റാണ് ഇൻറ്റീരിയർ. പക്ഷേ നല്ല വെയിലത്ത് എന്താണ് അവസ്ഥ എന്നുള്ളത് നല്ല വെയിലത്ത് നമുക്ക് അറിയാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും ചൂടുള്ള കാലമാണെങ്കിലും ഇന്നിപ്പം മൊത്തം മേഘാവൃതമാണ് ആകാശം. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വെയിലൊന്നും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് അതിനെപ്പറ്റിയും കൃത്യമായിട്ടും ഇന്നത്തെ ഈ ഒരു ഡ്രൈവിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും 4800 മില്ലിമീറ്റർ ലെങ്തും അതുപോലെ തന്നെ 2920 മില്ലിമീറ്റർ വീൽ ബേസും ഒക്കെ ഉള്ള വാഹനമായതുകൊണ്ട് തന്നെ വളരെ വലിയൊരു വാഹനമാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോഎഫിഷ്യൻ ഡ്രാഗ് എന്ന് പറയുന്നത് ഏറ്റവും കുറവാണ്, അതായത് 0.219 ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങേയറ്റം എയറോഡൈനാമിക്കാണ്. ഈ വായുവിനെ തുളച്ചങ്ങ് പൊയ്ക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞ ബെൻസിൻ്റെ EQS ആണ് ഇതിൻ്റെ സെക്കൻഡ് നിൽക്കുന്നത്, അത് 0.202 ആണ് അതിൻ്റെ കോഎഫിഷ്യൻ ഡ്രാഗ്. വളരെ ചെറിയ വ്യത്യാസമുള്ളെങ്കിലും ഇതാണ് ആ ഒരു കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ 19 ഇഞ്ചിൻ്റെ ടയേഴ്സ് തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ ഡ്രൈവബിലിറ്റിയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ബാറ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ 3 തരത്തിലുള്ള പവർ ട്രെയിൻ ഓപ്ഷൻസാണ് BYD നമുക്ക് തരുന്നത്. അതിൽ ഡൈനാമിക് എന്ന് പറയുന്ന എൻട്രി ലെവൽ മോഡലിൽ കിട്ടുന്നത് 61.44 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ്. അതിലൊരു സിംഗിൾ മോട്ടറാണുള്ളത്, 204 BSP ആണിത്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 82.56 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള 313 BSP പവറുള്ള മോട്ടറോട് കൂടിയ മോഡലാണ്. ഇനി അടുത്തത് പെർഫോമൻസ്, അതാണ് ടോപ്പ് എൻഡ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ 530 BSP ഔട്ട്പുട്ട് ഉണ്ടെന്ന് മാത്രവുമല്ല അത് ഓൾ വീൽ ഡ്രൈവാണ്. ഈ ഓൾ വീൽ ഡ്രൈവ് ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല റോഡ് ഗ്രിപ്പ് കിട്ടുമെന്നുള്ളതാണ്. ഓൾ ടൈം 4 വീൽ ഡ്രൈവ് എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന രീതിയിൽ നല്ല റോഡ് ഗ്രിപ്പ് കിട്ടും. പക്ഷേ അതിന് റേഞ്ച് കുറവാണ്, 580 ഉള്ളൂ. എൻട്രി ലെവൽ മോഡൽ 510, ഇതിന് 650, അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. ഇനി ചാർജിങ് നോക്കുകയാണെങ്കിൽ 0 to 80% വെറും 45 മിനിറ്റ് കൊണ്ട് ചാർജ് ആകും. പക്ഷേ സ്ലോ ചാർജറിൻ്റെ കാര്യത്തിൽ 8 hours വേണം ചാർജ് ആകാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ 313 BSP മോഡലിന് 360 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്.
ഇതിന് 6 സെക്കൻഡ്സ് ആണ് വേണ്ടത് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. പക്ഷേ ഇതിൻ്റെ ടോപ്പിൻ്റെ മോഡലിന് 3.8 സെക്കൻഡ്സ് മതി. എന്നാലും 3.8 എന്ന് അതിൻ്റെ പിൻഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആവശ്യമില്ലാത്ത ഒരു രീതിയിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ കുതിച്ചുകൊണ്ട് പായുന്ന രീതിയല്ല, ഒരു പെട്രോൾ വാഹനങ്ങളുടെയൊക്കെ രീതിയിലാണ്. ഗ്രാജുവലായിട്ട് പവർ കയറി വരുന്നു. അതുകൊണ്ട് തന്നെ ഓടിക്കാൻ വളരെ സുഖമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വാഹനത്തിന് ഡ്രൈവ് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഡ്രൈവ് മോഡുകളുണ്ട്. അതിൽ സ്പോർട്ട്, ഇക്കോ, നോർമൽ 3 മോഡാണുള്ളത്. സ്പോർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ന്യായമായിട്ട് പറയാമല്ലോ റേഞ്ച് തീരെ കുറയുമെന്നുള്ള കാര്യം. പക്ഷേ നോർമലും ഇക്കോയും തന്നെ വളരെ ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പോർട്ടിലേക്ക് പോകേണ്ട കാര്യം തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ സസ്പെൻഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് 4 ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. വളരെ സ്റ്റിഫായിട്ടുള്ളൊരു ഷാസിയിലാണെന്നുള്ളതുകൊണ്ട് തന്നെ അതും ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 2055 കിലോഗ്രാം ഭാരമുള്ളതുകൊണ്ട് സസ്പെൻഷനൊക്കെ വളരെ സോഫ്റ്റാണ്, രസകരമായിട്ട് നമുക്ക് ഓടിച്ചു പോകാം. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒരല്പം വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് കൈവിട്ട് പോകില്ല വളവൊക്കെ വീശുമ്പോൾ എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ വളരെ ചെറിയ സ്പീഡിൽ ഒരു അല്പം ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. എങ്കിലും അതും നല്ലതാണെന്ന് ഞാൻ പറയും എപ്പോഴും ഈ ഇലക്ട്രിക് കാറുകളുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ. ഇനിയിപ്പോൾ പറയേണ്ടത് സേഫ്റ്റിയെക്കുറിച്ചാണ്. ഞെട്ടിക്കുന്ന രീതിയിൽ 10 എയർ ബാഗുകൾ വരെയുണ്ട് ഈ വാഹനത്തിന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. പിന്നെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, ഡ്രൈവർ അറ്റൻഷൻ മോണിറ്റർ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓട്ടോ ഹോൾഡ് പോലുള്ള കാര്യങ്ങൾ വേറെയുണ്ട്. ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള അഡാസ് ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പൂർണ്ണമായും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാത്തൊരു വാഹനമെന്നാണ് പറയേണ്ടത്. ഇതുകൂടാതെ ഐടാക് എന്ന് പറയുന്ന കമ്പനി വിളിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ്. അത് ഇൻ്റലിജൻറ്റ് ടോർക്ക് അഡാപ്ഷൻ കൺട്രോൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് ഓരോ വീലിലേക്കും ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത്ര ടോർക്ക് കൊടുക്കുന്ന സംവിധാനമാണിത്. ടോർക്ക് വെക്ടറിങ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് പല സ്പോർട്സ് കാറുകളിലും നമ്മൾ കാണുന്ന ആ സംഭവം. ഐടാക് അത് ഈ ഒരു വാഹനത്തിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വാഹനം വളരെ സ്പീഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് സ്പീഡൊക്കെ ചെയ്യുമ്പോൾ സ്കിഡ് ചെയ്യുക, അങ്ങനെ ഓവർ സ്റ്റിയർ ചെയ്യുക, അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അങ്ങനെ കുറ്റമൊന്നും പറയാനില്ലാത്ത ഒരു വാഹനമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. കുറ്റം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇന്ത്യക്കാർക്ക് ആരോപിക്കാവുന്നത് ചൈനീസ് മെയ്ഡ് ആണെന്നുള്ള കാര്യം മാത്രമാണ്. പക്ഷേ വോൾവോ പോലുള്ള വാഹനങ്ങൾ പോലും ഇപ്പോൾ ചൈനയുടെ കയ്യിലാണെന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ വാഹനമായിട്ട് കോമ്പറ്റ് ചെയ്യാവുന്നൊരു വാഹനം ഇപ്പോൾ ഇന്ത്യയിലില്ല. വേണമെങ്കിൽ പറയാവുന്ന SUV-കളാണ്. ഐയോണിക് 5 EV6 പോലുള്ള SUV-കളാണെന്നല്ലാതെ കൃത്യമായും ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളില്ല. തൊട്ടടുത്ത സെഗ്മെൻറ്റിൽ പോകുമ്പോൾ ഇതിനേക്കാളും വളരെ വില പിടിച്ച വാഹനങ്ങളാണ് കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ ഈ വിലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച, ഏറ്റവും അധികം പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും അധികം ഫീച്ചേഴ്സുള്ള ഒരു വാഹനം ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വാഹനം വാങ്ങിക്കല്ലാതെ ഈ സെഗ്മെൻറ്റിൽ മറ്റു രക്ഷയും ഇല്ല നിങ്ങൾക്ക്. പിന്നെ BYD ആണ്, ചൈനയാണെന്നുള്ള കാര്യമൊക്കെ തൽക്കാലം പറഞ്ഞു വയ്ക്കുക. എന്തായാലും ഒരു ചൈനീസ് അധിനിവേശം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ 3 വേരിയൻസാണ് BYD സീനിലുള്ളത്. അതിൽ സെക്കൻഡ് വേരിയൻ്റ് പ്രീമിയമാണ് നമ്മളിന്നിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞത്. അതിനാണ് 650 കിലോമീറ്റർ റേഞ്ച് ഉള്ളത്. പക്ഷേ തുടക്കത്തിൽ, അതായത് ഡൈനാമിക് എന്ന വേരിയൻറ്റിന്, അതാണ് എൻട്രി ലെവൽ വേരിയൻറ്റ്, അതിന് 510 കിലോമീറ്ററാണ് റേഞ്ച്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് പെർഫോമൻസിന് 580 കിലോമീറ്ററും റേഞ്ചുണ്ട്. വില നോക്കുകയാണെങ്കിൽ 41 ലക്ഷം രൂപയിലാണ് ഈ വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നത്. നമ്മളിന്നിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ ഈ ഒരു പ്രീമിയം എന്ന മോഡലിന് 45,55,000 രൂപയാണ് എക്സ്ഷോറൂം വില. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിന് 53 ലക്ഷം രൂപയുമാണ് എക്സ്ഷോറൂം വില. ഞാൻ പറഞ്ഞല്ലോ, ഈ വാഹനം ഓടിക്കുകയും ഇത് അടുത്തറിയുകയും ചെയ്യുമ്പോൾ ഈ വില എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുക. കാരണം 41 ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സുള്ള, ഇത്രയും മനോഹരമായ ഒരു സെഡാൻ കിട്ടുക എന്ന് പറയുന്നത് സാധാരണ സംഭവിക്കാറില്ല. മറ്റൊരു കാര്യമുള്ളത്, ഈ 3 വാഹനങ്ങളുടെ കാര്യത്തിൽ ബാറ്ററിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിലുമൊക്കെയാണ് ചെറിയ വ്യത്യാസങ്ങളുള്ളത്. അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എല്ലാം എല്ലാത്തിലും ഒരുപോലെയാണ്. അപ്പോൾ നിങ്ങളൊരു ചൈനീസ് ബ്രാൻഡാണ് വാങ്ങിക്കുന്നുള്ളൊരു ടെൻഷനൊന്നും ഉണ്ടെങ്കിൽ വാങ്ങിക്കാതിരിക്കുക. അല്ലെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നൊരു വാഹനമാണിത്. കാരണം ഈ സെഗ്മെൻറ്റിനും ഇതിൻ്റെ അടുത്ത സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും BYD ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, BYD പോലുള്ള വാഹന നിർമ്മാതാക്കളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഏറെ കാലമൊന്നും അകറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. കാരണം ലോകമെങ്ങും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് BYD എന്ന് പറയുന്ന ഈ കമ്പനി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BYDയുടെ ഏതെങ്കിലും ഒരു മോഡൽ പരിഗണിക്കേണ്ടി വരും. ആ രീതിയിൽ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് BYDയുടെ ഖ്യാതി എന്നാണ് പറയേണ്ടത്.
ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണ്. അതായത് നമ്മളുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകളിൽ നിന്നും ഏറ്റവും കൊള്ളാവുന്ന ഒരു കമൻറ്റ് തിരഞ്ഞെടുത്ത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്ന പരിപാടിയാണിത്. ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. അത് നൽകുന്നത് റോഷോ ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. റോഷയെ പറ്റി നമുക്ക് അറിയാമായിരിക്കും. കാക്കനാട് മാവേലിപുരത്താണ് റോഷോ ഡീറ്റെയിലിംഗ് സെൻ്റർ ഉള്ളത്. വാഹനങ്ങളുടെ എല്ലാ ഡീറ്റെയിലിംഗ് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് റോഷയെ സമീപിക്കാം. അത് റാപ്പിംഗ് ആയാലും ഗ്രഫീൻ കോട്ടിംഗ് ആയാലും അതുപോലെ PPF ആയാലും കൂടാതെ നാനോ ഡയമണ്ട് ടെക്നോളജി പ്രകാരമുള്ള കോട്ടിംഗ് ആയാലും എല്ലാത്തിനും റോഷയെ സമീപിക്കാം. അപ്പോൾ റോഷയാണ് നമ്മളുമായിട്ട് ചേർന്നിട്ട് 2000 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എല്ലാ വീഡിയോയും കാണുക, താഴെ കമൻറ്റ് ചെയ്യുക. രസകരമായ കമൻറ്റ് അല്ലെങ്കിൽ വിമർശനാത്മകമായ കമൻറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ സമ്മാനം തരുന്നതായിരിക്കും. 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ റോഷോയുമായിട്ട് ചേർന്നിട്ട്. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം.